എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 6 കാട്ടിലെ ഉത്സവം എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ചാനലിൽ ഉണ്ട്. കാണാത്തവർ അതും കൂടി ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. അടുത്ത പ്രവർത്തനം ഫൈനൽ മത്സരം കാണാൻ 42 പക്ഷികൾ എത്തി. അവർ 4 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാമത്തെ കൊമ്പിൽ 10 പേർ, രണ്ടാമത്തെ കൊമ്പിൽ 9 പേർ, മൂന്നാമത്തെ കൊമ്പിൽ 10 പേർ, ബാക്കിയുള്ളവർ നാലാമത്തെ കൊമ്പിൽ എത്ര പക്ഷികൾ ഇരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കണക്ക് ചെയ്യുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 4 സംഖ്യകളുടെ ആകെത്തുകയിൽ നിന്നും നാലാമത്തെ സംഖ്യ കാണാൻ മറ്റു 3 സംഖ്യകളുടെ തുക 4 സംഖ്യകളുടെ തുകയിൽ നിന്നും കുറച്ചാൽ മതി. ഈ കണക്ക് ചെയ്യുന്ന വിധം: ആദ്യം ചെയ്യേണ്ടത് 3 കൊമ്പുകളിലും ഇരിക്കുന്ന പക്ഷികളുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടുക. 10 + 9 + 10 = 29 പക്ഷികൾ. 3 കൊമ്പുകളിലായി ഇരിക്കുന്ന പക്ഷികൾ 29 എന്ന് കണ്ടുപിടിച്ചു. ഇനി നാലാമത്തെ കൊമ്പിൽ എത്ര പക്ഷികൾ ഉണ്ടെന്ന് കാണണം. ആകെ പക്ഷികളായ 42-ൽ നിന്ന് 3 കൊമ്പുകളിലും ഇരിക്കുന്ന പക്ഷികളുടെ എണ്ണമായ 29 കുറയ്ക്കുക. 42-ൽ നിന്ന് 29 കുറച്ചാൽ ഉത്തരം 13 കിട്ടും. അപ്പോൾ നാലാമത്തെ കൊമ്പിലെ പക്ഷികൾ 13. അടുത്ത പ്രവർത്തനം അമ്പെറിഞ്ഞു കളി. അമ്പെറിഞ്ഞ് കളിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മാൻ, കുരങ്ങൻ, മയിൽ. കണ്ടോ, ഇതാണ് അമ്പെറിഞ്ഞ് കളിക്കേണ്ട ചക്രം അല്ലേ. നോക്കൂ, അവിടെ പച്ച ബോക്സിൽ എഴുതിയിരിക്കുന്നത് ഒരാൾക്ക് 2 അമ്പുകൾ എറിയാം. കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കളത്തിലുള്ള പുറത്തെ സംഖ്യ തന്നെയായാൽ 50 രൂപ സമ്മാനമായി കിട്ടും. കുറുക്കൻ എന്താണ് പറയുന്നത്? എനിക്ക് 60-ഉം 28-ഉം കിട്ടി. കുറുക്കന് സമ്മാനം കിട്ടുമോ? നോക്കാം. 60-ൽ നിന്ന് 28 കുറച്ചാൽ 32 കിട്ടും. നോക്കൂ, അമ്പെറിയാനുള്ള വട്ടത്തിലെ പുറത്തെ കളത്തിലെ സംഖ്യയിൽ 32 ഉണ്ട്. അപ്പോൾ കുറുക്കന് 50 രൂപ സമ്മാനം കിട്ടും. നോക്കൂ, ഇവരിൽ സമ്മാനം കിട്ടിയവർ ആരെല്ലാം? കരടി അമ്പെറിഞ്ഞപ്പോൾ കിട്ടിയത് 60-ഉം 20-ഉം ആണ്. കുരങ്ങൻ അമ്പെറിഞ്ഞപ്പോൾ 28-ഉം 16-ഉം കിട്ടി. മയിൽ അമ്പെറിഞ്ഞപ്പോൾ 50-ഉം 36-ഉം കിട്ടി. മാൻ അമ്പെറിഞ്ഞപ്പോൾ 36-ഉം 28-ഉം കിട്ടി. അപ്പോൾ ഇവരിൽ ആർക്കൊക്കെ സമ്മാനം കിട്ടിയെന്നാണ് നോക്കേണ്ടത്. കരടി അമ്പെറിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യകൾ 60-ഉം 20-ഉം. ഇനി വ്യത്യാസം കണ്ടുപിടിക്കണം. 60 - 20 ആൻസർ 40. നോക്കൂ, കരടിക്ക് വ്യത്യാസം കിട്ടിയത് എത്രയാണ്? 40 അല്ലേ. അപ്പോൾ കരടിക്ക് 50 രൂപ സമ്മാനം കിട്ടുമോ? കിട്ടും. അടുത്ത് കുരങ്ങൻ അമ്പെറിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യകൾ 28-ഉം 16-ഉമാണ്. അപ്പോൾ 28 - 16 വ്യത്യാസം എത്രയാണ്? 12. അപ്പോൾ കുരങ്ങന് സമ്മാനം കിട്ടുമോ? കിട്ടും. അടുത്ത് മയിൽ അമ്പെറിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യകൾ 50-ഉം 36-ഉം. അപ്പോൾ 50-ൻ്റെയും 36-ൻ്റെയും വ്യത്യാസം എത്രയാണ്? 14. അപ്പോൾ പുറത്തെ കളത്തിലുണ്ടോ 14? ഉണ്ട്. അടുത്ത് മാൻ അമ്പെറിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യകൾ 36-ഉം 28-ഉം. 36-ൻ്റെയും 28-ൻ്റെയും വ്യത്യാസം എത്രയാണ്? 8. 8 എന്ന സംഖ്യ പുറത്തെ കളത്തിലെ സംഖ്യകളിൽ ഇല്ല. 50 രൂപ സമ്മാനമായി കിട്ടിയവർ കരടി, കുരങ്ങൻ, മയിൽ. അടുത്ത പ്രവർത്തനം പഴക്കട. ചോദ്യം വായിക്കാം. കുരങ്ങൻ 40 രൂപയ്ക്ക് വാഴപ്പഴവും 45 രൂപയ്ക്ക് മാമ്പഴവും വാങ്ങി. 2 50 രൂപ നോട്ട് കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? ആദ്യം നമുക്ക് കുരങ്ങൻ വാങ്ങിയ വാഴപ്പഴത്തിൻ്റെയും മാമ്പഴത്തിൻ്റെയും വില കണക്കാക്കണം. 40 + 45 ഉത്തരം 85 രൂപ കിട്ടും. അപ്പോൾ കുരങ്ങന് ചിലവായ തുക 85 രൂപ. കുരങ്ങൻ കടക്കാരന് നൽകിയ തുക 2 50 രൂപ നോട്ടുകൾ. 2 50 100 രൂപ. ഇനി കണ്ടെത്തേണ്ടത് ബാക്കി കടക്കാരൻ എത്ര രൂപ കുരങ്ങന് നൽകണം എന്നതാണ്. അതിനായി 100-ൽ നിന്ന് 85 കുറയ്ക്കണം. 100-ൽ നിന്ന് 85 കുറച്ചാൽ 15 രൂപ കിട്ടും. കടക്കാരൻ കുരങ്ങന് ബാക്കി നൽകുന്ന തുക 15 രൂപയാണ്. അടുത്ത് തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. ആനച്ചേട്ടൻ ഓലയും കരിമ്പും വാങ്ങി. 2-നും കൂടി 90 രൂപയായി. കരിമ്പിന് 62 രൂപയാണ് വില. ഓലയ്ക്ക് എത്ര രൂപയായി? ഇവിടെ നാം കണ്ടെത്തേണ്ടത് ഓലയുടെ വിലയാണ്. ഓലയുടെ വില മാത്രം കണ്ടെത്താൻ ആകെ വിലയായ 90-ൽ നിന്ന് കരിമ്പിൻ്റെ വിലയായ 62 രൂപ കുറയ്ക്കണം. 90 - 62 അപ്പോൾ 28 രൂപ കിട്ടും. ഓലയുടെ വില 28 രൂപ. അടുത്ത പ്രവർത്തനം സർക്കസ്. സർക്കസ് 4 മണിക്ക് തുടങ്ങും.
കുരങ്ങന്മാർ 7 പേരും സർക്കസ് കാണാൻ വന്നു. കസേരയ്ക്ക് 20 രൂപയും ഗാലറിക്ക് 10 രൂപയുമാണ്. എല്ലാവർക്കും കൂടി കസേരയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ കൊടുക്കണം? നോക്കൂ, ഒരു കസേര ടിക്കറ്റിൻ്റെ വില 20 രൂപ. അപ്പോൾ 7 കസേര ടിക്കറ്റിൻ്റെ വില എത്രയാണ്? 140 രൂപ. 20നെ 7 പ്രാവശ്യം എഴുതി കൂട്ടിയത്. അപ്പോൾ എത്ര കിട്ടും? 140. ഒരു ഗാലറി ടിക്കറ്റിൻ്റെ വില എത്ര? 10. അപ്പോൾ 7 ഗാലറി ടിക്കറ്റിൻ്റെ വില എത്രയായിരിക്കും? 70 രൂപ. അടുത്ത് ചെയ്യേണ്ടത്, എല്ലാവർക്കും കൂടി കസേരയ്ക്ക് ടിക്കറ്റ് എടുത്താൽ കസേരയ്ക്ക് 7 കുരങ്ങന്മാർക്കും കസേരയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 140 രൂപ. ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ കൊടുക്കണം? ഗാലറി ടിക്കറ്റിൻ്റെ വില എത്രയാണ്? 70 രൂപ. അപ്പം കൂടുതൽ എത്രയാണെന്ന് കണ്ടെത്താൻ നാം എന്ത് ചെയ്യണം? 140ൽ നിന്ന് 70 കുറയ്ക്കണം. അപ്പോൾ ഉത്തരം കിട്ടും. എത്രയാണ് കിട്ടുക? 70 രൂപ കിട്ടും. കുരുവി പറയുന്നത് എന്താണ്? വെവ്വേറെ കണക്കാക്കാതെയും കണ്ടുപിടിക്കാമല്ലോ. വെവ്വേറെ കണക്കാക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, ഒരാൾ കസേരയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 20 രൂപ, ഗാലറിക്ക് 10 രൂപ. ഒരാൾക്ക് കസേരയ്ക്ക് ഗാലറി ടിക്കറ്റിനേക്കാൾ 10 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ 7 പേർക്ക് 10 രൂപ കൂടുതൽ കൊടുക്കണം. 7 10കൾ കൂട്ടുമ്പോൾ 70 രൂപ കിട്ടും. അപ്പോൾ കൂടുതൽ എത്ര രൂപ കൊടുക്കണം? 70 രൂപ. അടുത്ത പ്രവർത്തനം നോക്കാം. എത്ര മുയലുകൾ? കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി മുയലുകളും വന്നു. ആകെ 85 മുയലുകളുണ്ട്. അവരിൽ 23 പേർ കുഞ്ഞു മുയലുകളാണ്. വലിയ മുയലുകൾ എത്ര പേരുണ്ട്? കണക്കാക്കണം. ആകെ ഉള്ളവയിൽ 38 എണ്ണം പെൺമുയലുകളാണ്. എത്ര ആൺമുയലുകൾ ഉണ്ട്? അതും കണക്കാക്കണം. ആകെ മുയലുകൾ 85. അവരിൽ 23 പേർ കുഞ്ഞുമുയലുകൾ എങ്കിൽ വലിയ മുയലുകൾ എത്ര പേരുണ്ട് എന്ന് കണക്കാക്കാൻ ആകെ മുയലിൻ്റെ എണ്ണമായ 85ൽ നിന്ന് കുഞ്ഞുമുയലിൻ്റെ എണ്ണമായ 23 കുറച്ചാൽ മതി. 85 - 23 = 62. അപ്പോൾ വലിയ മുയലുകളുടെ എണ്ണം 62. അടുത്ത് കണക്കാക്കേണ്ടത് എത്ര ആൺമുയലുകൾ ഉണ്ട് എന്നാണ്. ആകെയുള്ള 85 മുയലുകളിൽ 38 എണ്ണം പെൺമുയലുകളാണ് എങ്കിൽ എത്ര ആൺമുയലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കേണ്ടത്. അതിനായി ആകെ മുയലുകളുടെ എണ്ണമായ 85ൽ നിന്ന് പെൺമുയലുകളുടെ എണ്ണമായ 38 കുറച്ചാൽ ആൺമുയലുകളുടെ എണ്ണം കിട്ടും. 85 - 38 = 47. ആൺമുയലുകളുടെ എണ്ണം 47. അടുത്ത പ്രവർത്തനം, ഞാവൽപ്പഴം. ഞാവൽപ്പഴം കുട്ടയിലാക്കൽ മത്സരത്തിൻ്റെ ഫൈനലിൽ 3 പേരാണ് മത്സരിച്ചത്. ഓരോരുത്തരും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം നോക്കൂ. ഓരോരുത്തരും 3-ാം തവണ കുട്ടയിലാക്കിയ എണ്ണം കണ്ടെത്തി എഴുതൂ. നോക്കൂ, ഇവിടെ ഓരോരുത്തരും 3 തവണയിലും കുട്ടയിലാക്കിയ ആകെ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. പിന്നെ 1-ാം തവണയിലും 2-ാം തവണയിലും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം കാണാൻ 1-ാം തവണയിലെയും 2-ാം തവണയിലെയും ഞാവൽപ്പഴങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടുക. ഈ കൂട്ടിക്കിട്ടുന്ന സംഖ്യയെ ഓരോരുത്തരും 3 തവണയിലും കുട്ടയിലാക്കിയ ആകെ തുകയിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം കിട്ടും. പട്ടിക നോക്കൂ. ജിമ്പുക്കുരങ്ങൻ 3 തവണകളിലായി കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ ആകെ എണ്ണം 89 ആണ്. ജിമ്പുക്കുരങ്ങൻ 1-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങൾ 22 ആണ്. ജിമ്പുക്കുരങ്ങൻ 2-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങൾ 27 ആണ്. ഇനി ജിമ്പുക്കുരങ്ങൻ 2 തവണയിലും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കണം. അതിനായി 2 തവണയിലെയും എണ്ണങ്ങൾ തമ്മിൽ കൂട്ടണം. 22 + 27 കൂട്ടുമ്പോൾ 49 കിട്ടും. 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം കാണാൻ 3 തവണയിലെയും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ ആകെ എണ്ണമായ 89ൽ നിന്ന് 2 തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ ആകെ എണ്ണമായ 49നെ കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 40 കിട്ടും. ജിമ്പുക്കുരങ്ങൻ 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം 40. ഇപ്പോൾ നാം ചെയ്തതുപോലെ തന്നെ മിട്ടുമുയലും ചെമ്പനണ്ണാനും 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. മിട്ടുമുയൽ 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴത്തിൻ്റെ എണ്ണം
19. ചെമ്പനണ്ണാൻ 3-ാം തവണ കുട്ടയിലാക്കിയ ഞാവൽപ്പഴത്തിൻ്റെ എണ്ണം 39. ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നന്ദി. വീണ്ടും കാണാം.